അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയുടെ ആഫ്രിക്കൻ മസാജ് ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ ആയിട്ടുള്ള ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഘാനയിലെ ഏതോ ഉൾഗ്രാമത്തിൽ പോയി അവിടെയുള്ള ഏതോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വെച്ചാണ് അരുണിമ മസാജ് ട്രീറ്റ്മെന്റ് എടുത്തത്. ഒരു ഓപ്പൺ മസാജ് ആയിരുന്നു അത്. പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ടുള്ള ഒരു 1.5 മസാജ്. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അരുണിമയെ മസാജ് ചെയ്ത ആളാണ് കേട്ടോ. പുരുഷ സൗന്ദര്യത്തിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു 1.5 ജിമ്മൻ. ആ ബോഡി കണ്ടാലുണ്ടല്ലോ ആരായാലും ഒന്ന് കൊതിച്ചു പോകും. ആഫ്രിക്കൻ കരുത്ത് എന്നൊക്കെ നമ്മളെ പറയൂലേ, അത് തന്നെ സംഭവം. അതിന് നാച്ചുറൽ ബോഡി തന്നെയാണോ അതോ ഇനി പ്രൊഫഷണൽ ബോഡി ബിൽഡർമാർക്ക് ചെയ്യുന്ന പോലെ സ്റ്റിറോയിഡ് അടിച്ചുണ്ടാക്കിയതാണോ എന്നൊന്നും അറിയില്ല. എന്നാലും കിടിലം ബോഡി ആയിരുന്നു. ആ ആചാരബാഹുവായ മനുഷ്യനാണ് നമ്മുടെ അരുണിമയെ മസാജ് ചെയ്തത്. അത് തന്നെയാണ് ഈ മസാജിനെ എത്ര അധികം വൈറലാക്കിയത്. ഇതുവരെ 13 ലക്ഷം ആളുകളാണ് അരുണിമയുടെ മസാജ് വീഡിയോ കണ്ടത്. ഈ അടുത്ത കാലത്ത് അരുണിമയ്ക്ക് ഏറ്റവും റീച്ച് കിട്ടിയ വീഡിയോയും ഇത് തന്നെയാണ്. അത് പിന്നെ സ്വാഭാവികമാണ്. നല്ല ബോഡിയൊക്കെ ഉള്ള ഒരു ആഫ്രിക്കക്കാരൻ അരുണിമയെ മസാജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരാരും ഒന്ന് വീഡിയോ കണ്ടു നോക്കും. പോരാത്തതിന് വീഡിയോയിൽ അരുണിമ തന്റെ ശരീരഭാഗം അത്യാവശ്യം എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുമുണ്ട്. മസാജ് ചെയ്യുന്നതൊക്കെ അത് യാതൊരു മറയുമില്ലാതെ കാണിക്കുന്നുമുണ്ട്. അപ്പൊ പിന്നെ ഇത്രയും റീച്ച് കിട്ടുന്നതൊക്കെ സ്വാഭാവികമാണ്. ആളുകൾ വരുന്നു, വീഡിയോ കാണുന്നു, വെള്ളം ഇറക്കുന്നു, കമന്റ് ബോക്സിൽ പോയി അരുണിമയെ തെറി വിളിച്ചിട്ട് തിരിച്ചു പോകുന്നു. ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ അരുണിമയുടെ മസാജ് വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. സന്തോഷം. ഞാനും സ്വന്തം മസാജ് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി ഇത്ര സന്തോഷത്തോടെ സ്വാഗതം പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മസാജ് ചെയ്യാൻ പോകുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും അരുണിമയുടെ മുഖത്ത് തന്നെ കാണാം അല്ലേ. കൊച്ചു കള്ളി. എന്തായാലും ആണിനെ കൊണ്ട് മസാജ് ചെയ്യിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അവസാനമായി അയാൾ അവിടെ തോണ്ടി ഇവിടെ പിടിച്ചു ഒളിഞ്ഞു നോക്കിയെന്നൊക്കെ പറഞ്ഞ് വരാണ്ടിരുന്നാൽ മതി. അല്ല, സാധാരണ അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്. ഇയാൾ എന്നെ അവിടെ തോണ്ടി ഇവിടെ പിടിച്ചു, എന്നെ മുന്നിൽ വെച്ച് മാസ്റ്റർബേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണിമ ഇടയ്ക്കിടെ വീഡിയോകൾ ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ചില ആണുങ്ങൾ ഉടായ്പാണെന്ന് മനസ്സിലാക്കിയാലും അരുണിമ എന്താക്കും, അവരുടെ കൂടെ തന്നെ വീണ്ടും യാത്ര ചെയ്യും. അവരോട് ലിഫ്റ്റ് ഒക്കെ ചോദിക്കും. ഒരു തവണ മോശമായി പെരുമാറിയ ആളായിരിക്കും, ലിംഗം വരെ പുറത്തെടുത്ത് കാണിച്ച ആളായിരിക്കും ചിലപ്പോൾ. പക്ഷെ എന്നാലും വീണ്ടും ആരോട് ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്യും. എന്നിട്ട് അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യും. ഇടയ്ക്ക് ഇതായിരുന്നു പുള്ളിക്കാരുടെ സ്ഥിരം പരിപാടി. വീഡിയോകളുടെ റീച്ച് കുറയുന്നു എന്ന് കണ്ടാൽ അപ്പം പിടിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും. അപ്പൊ റീച്ച് കുത്തനെ കൂടും. ഇവിടെ പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അയാൾ പിടിച്ച് തോണ്ടി എന്ന് പറയാതെ തന്നെ അരുണിമയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. എന്തായാലും മക്കൂടെ കണ്ടോക്കാം. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഗാനയിലാണ്. ഗാനയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള അക്രയിലാണ് നിൽക്കുന്നത്. ഒരു 2 days ആയിട്ട് ഞാൻ എവിടെയും പോയില്ല. കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. കാരണം കുറെ ദിവസമായിട്ട് ഓട്ടത്തിലായിരുന്നു. അപ്പൊ എന്റെ ബോഡിക്കും ഒരു റെസ്റ്റ് വേണം തോന്നിയിട്ട് ഞാൻ റെസ്റ്റ് എടുത്തു. ഇന്നലെയൊക്കെ തോന്നുന്നു. ഇന്നലെ ഞാൻ റൂമിൽ നിന്നേ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. മീൻസ് വീട്ടിൽ നിന്നേ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തേക്ക് പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തായാലും വീണ്ടും ടയർഡ് ആവും. അപ്പൊ ഫുള്ള് റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ അങ്ങനെ റെസ്റ്റ് എടുത്തു. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 6:30 ആയപ്പോ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാനിപ്പോ പോകുന്നത് ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോഡിയൊക്കെ ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ട്. മീൻസ് കുറേ റെസ്റ്റ് ഇല്ലാത്ത യാത്രയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഹീലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതെ, അല്ലെങ്കിലും ഈ ശരീരവും മനസ്സും ഒക്കെ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു വിശാലമായിട്ടുള്ള മസാജ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതും ആഫ്രിക്കക്കാരന്റെ മസാജ് ആകുമ്പോൾ പൊളിക്കും. നല്ല പവർഫുൾ മസാജ് ആയിരിക്കും. ക്ഷീണമൊക്കെ പമ്പ കടക്കും. എന്തായാലും മികച്ച ഒരു തീരുമാനം തന്നെയാണ്. എന്തായാലും നമ്മളൊക്കെ ആണെങ്കിൽ ക്ഷീണം വന്നാൽ നാരങ്ങ വെള്ളം കുടിക്കും, കുറച്ചേരം ഒന്ന് കിടന്നുറങ്ങും. പക്ഷെ അരുണിമയ്ക്ക് ക്ഷീണം വന്നാൽ പുള്ളിക്കാരെ ആഫ്രിക്കക്കാരനെ കൊണ്ട് മസാജ് ചെയ്യിക്കും. അതാണ് നമ്മളും അരുണിമയും തമ്മിലുള്ള വ്യത്യാസം. അരുണിമ വന്ന് വേറെ ലെവൽ. ബാക്കി കണ്ടോക്കാം. അപ്പോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മസാജാണ്. അത് പിന്നെ അരുണിമ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? ആ ആഫ്രിക്കക്കാരനെ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മസാജാണ്. കാരണം നമ്മളൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, കേൾക്കുന്ന തന്നെ ആദ്യമായിട്ടാണ്. എന്നാലും ആഫ്രിക്കന്റെ കാടിന്റെ ഉള്ളിൽ മാത്രം കിട്ടുന്ന മസാജ് ഇതൊക്കെ എത്ര ഫേമസ് ആകണമെന്നുണ്ടെങ്കിൽ അരുണിമ പറഞ്ഞ പോലെ തന്നെ നല്ല വെറൈറ്റി ആയിരിക്കും. എന്തായാലും ബാക്കി കൂടെ കണ്ടോക്കാം. ഒരു ഓപ്പൺ സ്പേസിലാണ് ഈ മസാജ്. അത് മാത്രമല്ല ഒരു വാട്ടർഫോൾ ആണ്. അപ്പൊ എനിക്ക് ആ വാട്ടർഫോളും എക്സ്പ്ലോർ ചെയ്യാം, ആ മസാജും എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ ഡ്രൈവർ തന്നെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ എത്തും. ആ സ്ഥലത്ത് എത്തിയിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 2 hours ഡ്രൈവ് ഉണ്ട് ആ ഒരു വാട്ടർഫോളിലേക്ക്. കുറച്ച് ഗ്രാമപ്രദേശത്തുള്ള ഏരിയയിലാണ് ആ ഒരു വാട്ടർഫോൾ ഉള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ആ മസാജൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചിങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പറയില്ല എത്ര ടൈം എടുക്കും എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു 4 hours ജേണി തന്നെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവിടെ മസാജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ 4 മണിക്കൂർ യാത്ര ചെയ്യുക, അതും ഒരു മസാജിന് വേണ്ടിയിട്ട്. ഒരു 1.5 മസാജ് തന്നെ ആയിരിക്കണമല്ലോ അത്. ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കില്ലല്ലോ അല്ലെ. മുമ്പ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആരോ അരുണിമയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് കാണും. പൊളി സംഭവമാണെന്ന് പറഞ്ഞു കാണും. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പായിൽ കയറി മസാജ് ചെയ്താൽ പോരെ. അല്ലാണ്ട് ഈ കാടിനുള്ളിലേക്ക് പോകേണ്ട വലിയ ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള മസാജ് എക്സ്പീരിയൻസ് ചെയ്യാനും വേണം ഒരു ഭാഗ്യം.
ബാക്കി കണ്ടോക്കാം. ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു കണ്ടപ്പോൾ. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും മസാജ് എല്ലാം ഇങ്ങനെ ഒരു വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ എത്തിയിട്ട് അവിടെ എത്തിയതിനു ശേഷം റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അവർ ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം അവരുടെ വേറെ ടാക്സി അവരുടെ വണ്ടിയിലാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഞാനിതാ ഈ ഒരു വണ്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ദാ ഈ ഒരു ഗ്രാമപ്രദേശത്തിൽ എത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ്, ഇതാണ് ഇവിടുത്തെ റോഡ് കേട്ടോ. ശരിക്കും പക്ക ഒരു ഗ്രാമപ്രദേശം. ഈ ഗ്രാമപ്രദേശത്തെ ഒരു ഇതാണ്, കടയാണ് ഈ കാണുന്നത്. ഇവിടെ എന്താ ഈ സാധനം, എന്തൊക്കെയോ പൊടി പോലെ, പഞ്ചസാരയാണോ, പഞ്ചസാര കുസ്കുസോ അങ്ങനെ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ നാട്ടിലുണ്ടത്. What is this? This one we call it To I eat? don't know. Yeah, it's clay. Clay to eat? Yes. No. People Clay eat to it. eat. Yes. This one is the one that is locally made. We have two types. It's sweet? This one is, it's not sweet, but Okay. it's something else. Like I don't know the taste, but Ah, it's not okay. sweet, it's not sour, Okay. but it's nice. But it's different. Yeah. Okay. So from here it's far, the waterfall? Oh, it's like 15 minutes walk, so we get into the yeah. car again, Okay. then we walk. Then we walk. Okay. ഇതെല്ലാം മസാജ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. മെയില് ഫീമെയില് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ കാറിൽ തന്നെ എല്ലാവരും പോകുന്നു. ഇവിടെ നോക്കി അവരെത്ര റിലാക്സ് ചെയ്തിരിക്കുന്നത്. അവര് മുളയൊക്കെ വെച്ച് അവിടെ ആ മരത്തിനടിയിൽ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി, കിടക്കാനുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് വാവ്, നൈസാണ് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്. 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് മസാജ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കാറിന്ന്. അപ്പോൾ ഇനി ഇതുവഴി നടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇതേ ചെറിയ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. ഇതൊക്കെ ഇതെല്ലാം ഇളകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പാലം നാച്ചുറലായിട്ട് അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള പാലമാണ്. ഇവിടെ വില്ലേജ് കറക്റ്റ് നമ്മളെ നാട്. യു സീ സിസ്റ്റർ, this is same like my place. Really? Yeah, same. Oh, okay. We have cassava, banana, Plantain. yeah, plantain. You see this papaya, everything really same. Not even similar, it's just same. Same. Only the difference, the home. The home, is yeah. more big in my place. Oh, okay. Yeah, here is like a small. ശരിയാണല്ലോ, ഇതിപ്പോ നമ്മുടെ നാട്ടിലൂടെ പോകുന്ന പോലെ തന്നെ ഉണ്ടല്ലോ, ഒരു മാറ്റവും ഇല്ല. കണ്ടാ കേരളത്തിലുള്ള ഒരു ഗ്രാമമാണെന്നേ പറയൂ. ശരിക്കും അരുണിമ ആഫ്രിക്കയിൽ തന്നെയാണോ എന്ന് പോലും സംശയം തോന്നുന്നു അല്ലേ കാണുമ്പോ? എന്നാ സംശയിക്കേണ്ട സുഹൃത്തുക്കളെ, അരുണിമ ആഫ്രിക്കയിൽ തന്നെയാണ്. ആഫ്രിക്കയിലെ അപൂർവമായിട്ടുള്ള മസാജിന് വേണ്ടി അവൾ ആവേശത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഓപ്പൺ എയറിൽ മസാജ് ചെയ്യുന്ന രംഗങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. ആളും ബഹളവും തിക്കും തിരക്കായിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. മസാജ് ചെയ്യാനുള്ള ആൾക്കാരുടെ തിരക്കല്ല കേട്ടോ, മസാജ് ചെയ്യുന്നത് കാണാൻ വരുന്നവരുടെ തിരക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പക്ഷെ അങ്ങനെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് അരുണിമ ഉള്ളത് ആഫ്രിക്കയിൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ബാക്കി ഉണ്ടോക്കെന്തായാലും ഇത്രയധികം മാവും ഇത്രയധികം തണലും, വാവ്. എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ അതൊക്കെയോ സ്ഥലത്തിൽ കൂടെ പോയൊരു ഫീല്, ആ ഒരു നൊസ്റ്റാൾജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ട കംപ്ലീറ്റ് തണലാണ് ഇവിടെ. ഇവിടെ ദാ വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഡ്രൈ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളം കാണുന്നുള്ളൂ. ഇല്ലെങ്കിലും ഞമ്മക്ക് എന്തിനാ വെള്ളം? നമ്മള് വെള്ളം കാണാൻ വന്നതല്ലല്ലോ, മസാജ് കാണാൻ വന്നതല്ലേ. സോറി, മസാജ് ചെയ്യാൻ വന്നതല്ലേ. പറയുമ്പോ മസാജ് ചെയ്യാം, വെള്ളച്ചാട്ടം എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ പ്രധാന ഉദ്ദേശം മസാജ് തന്നെയാണല്ലോ. വെള്ളച്ചാട്ടമൊക്കെ വെറും സൈഡ് ഡിഷ്, വേറെ എവിടെ പോയാലും കാണാലോ. കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിൽ ഇതിലും വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ മസാജ് അങ്ങനെയല്ലല്ലോ. എത്ര സ്പാകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ആഫ്രിക്കക്കാരന്റെ കൈ കൊണ്ട് കിട്ടുന്ന മസാജ് അത് വേറെ എവിടെയും കിട്ടൂലല്ലോ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞ് സ്വിം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ മസാജിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. ഇത് ലൈക്ക് ഒരു പ്രൈവറ്റ് മസാജ് അങ്ങനത്തെ സംഭവമാണ്. ലൈക്ക് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം, സിംഗിളായിട്ടാണെങ്കിൽ സിംഗിളായിട്ട് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് മാത്രമായിട്ടുള്ള മസാജാണ്. ഞാനിത് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അടിപൊളി ഫീലാണ്. കാരണം ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് അവിടെ പോയി കിടത്തും. അവിടെ നിന്നാണ് ചെയ്യുന്നത്. കണ്ടോ അവരുടെ ബോഡിയൊക്കെ നോക്കി, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ നടൻ, നമ്മുടെ കഥാനായകൻ. എന്തൊരു സൈസിലെ കാരുമ്പിന്റെ കരുത്ത് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെയാണ് മക്കളെ കരുത്തെന്ന് പറയുന്നത്. ഞാൻ എന്തായാലും അരുണിമയെ കുറ്റം അറിയൂല. കാരണം ഇയാളെ കണ്ടാൽ ഏതൊരാളൊന്ന് മസാജ് ചെയ്തു പോകും. കണ്ടാൽ തന്നെ അറിഞ്ഞൂടോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന്. മസാജ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെ ചെയ്യണം, എന്നാലേ ശരീരത്തിനും മനസ്സിനും ഒരു സുഖം കിട്ടത്തുള്ളൂ. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ആ ഒരു വാട്ടർഫാളിൽ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഇതില് അടിപൊളി ഫീൽ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുള്ളും മരമൊക്കെ ഉള്ളതുകൊണ്ട്, നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അടിപൊളി ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആണ്.
ശരിക്കും നല്ല റിലാക്സേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ നോക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആള് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ കഴുത്തിലൊക്കെ എന്തോ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. യൂഷ്വലി കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും. ഇവിടെയൊക്കെ ഈ ഒരു വെള്ളത്തിൽ മൊത്തം നിറയെ ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്തത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയ്ക്ക് എന്നിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പുള്ളിക്കാരി ആ ഒരു സ്മെല്ല് സംഭവമുള്ള ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വാ അടിപൊളി. ഹൗ മൂപ്പര് ചിരി വെക്കിങ്ങള് എന്തൊരു നിഷ്കളങ്കമായിട്ടുള്ള ചിരിയില്ലേ. ഇന്ന് ഞാനൊരു പൊളി പൊളിക്കുന്നു ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മസാജിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്. മൂപ്പരെ കണ്ടാൽ തന്നെ അറിയാം നല്ല പ്രൊഫഷണാലിസം കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്ന്. അതുകൊണ്ടാണല്ലോ ഇത്രയും ദൂരം താണ്ടി ഇത്രയും പൈസ ഒക്കെ ചെലവാക്കിയിട്ട് ആളുകൾ ഇങ്ങോട്ട് തന്നെ മസാജ് ചെയ്യാൻ പോകുന്നത്. പ്രൊഫഷണാലിസം ഇല്ലാത്ത ആളാണെങ്കിൽ ഏതെങ്കിലും പെണ്ണ് ഇങ്ങനെ ഒരു കാട്ടിലേക്കൊക്കെ മസാജ് എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പോകും ഇല്ല. അതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട. ഓക്കെ ഉണ്ടോ? ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവര് നമ്മളുടെ കൈയെല്ലാം പിടിച്ചു കൊണ്ടുപോട്ടോ. ഇവിടെ ഇങ്ങനെ വലിയ സൈസൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വാട്ടർഫാളിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ റിഫ്രഷിങ് ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ അവർ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കഴുകിച്ച് തരും കേട്ടോ. കാരണം കിടക്കുന്നതിന് മുന്നേ കാലിൽ മൊത്തം ചെളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളെ കിടത്തുന്നത്. അവരുടെ ഡ്രസ്സിങ് കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ എന്തോ ഒരു മാല പോലത്തെ ഒരു ബോൾ പോലത്തെ ഒരു സാധനമൊക്കെ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു വലിയ കമ്പനിയാണ് ഈ മസാജ് ചെയ്യുന്നൊരു സംഭവം. ഇവരെല്ലാവരും ഇപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിലും ഇതേപോലത്തെ 10 ആൾക്കാർ ഇതേ കോസ്റ്റ്യൂമിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരുമിച്ച് കാണാൻ നൈസാണ്. തൃശ്ശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കുന്ന ചെയ്യുമ്പോൾ പോലെയുണ്ട്. ഇല എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആക്കുന്നു. എന്തോ ആരോമ ട്രീറ്റ്മെൻ്റ് എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായി. അവർ ഒരു സ്മെല്ല് വരുന്ന ഒരു സാധനമൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് അവർ ഈ വാഴേൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അവിടെ കണ്ടോ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നല്ല സ്മെല്ലാണ്. ഈ വാട്ടർഫാളിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല കൂളിങ്ങും റിഫ്രഷിങ്ങും ആണ് കേട്ടോ. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിലിങ്ങനെ വെള്ളം വന്ന് അടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്കൊക്കെ സ്പ്രിങ്കിൾ ആവുന്നുണ്ട്. അപ്പോൾ നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. ആ പുകയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിന്. അപ്പോൾ ഭയങ്കര രസമാണ് ഈ ഒരു നാച്ചുറലി വാട്ടർഫാളും. കംപ്ലീറ്റ് നാച്ചുറലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മസാജ് എന്ന് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ ഫുൾ അതിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാധനം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഈ വാഴയിൽ എന്തിനാ അങ്ങനെ പൊക്കി പിടിച്ചേക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടാ മുടിയിലും അങ്ങനെയൊക്കെ അതിന് ചുറ്റും അവരിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. കാരണം കുറേ നേരം നമ്മൾ ഒരേപോലെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. കുറേ നാൾ ബാക്ക് പാക്കൊക്കെ ഇട്ട് നടന്നതല്ലേ. അപ്പോൾ ഷോൾഡറിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ. അപ്പോൾ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യും കേട്ടോ. അതിനാണ് ഈ മസാജൊക്കെ ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം കുറേ നടക്കുന്നതല്ലേ. അപ്പോൾ കാലിനെല്ലാം മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഫുള്ള് ഭയങ്കര റഫായിരിക്കുന്നു. പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ് അവർ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡുമാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവർ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്. പക്ഷെ സോഫ്റ്റ് ആണ്. ഞാൻ നല്ല സോഫ്റ്റ് കൈയാണ്, നല്ല സുഖമുള്ള മസാജാണ്. ആഹാ എന്താല്ലേ, അവന്റെ ബോഡി കണ്ടാൽ തന്നെ അറിയാം അവൻ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. ഈ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൈ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പൊരുത്തം പോലെ ഇരിക്കും. മനസ്സ് സെറ്റ് ആണെങ്കിൽ എത്ര ഹാർഡ് കൈ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു, സ്വാഭാവികം. എന്നാലും അരുണിമയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിട്ടോ. ഒന്നാമത് ഇങ്ങനെ മസാജ് ചെയ്യുന്നതൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇട്ടതിന്, പിന്നെ ആഫ്രിക്കക്കാരൻ മസാജ് ചെയ്യുന്നതിനിടയിൽ കിടന്നുറങ്ങിയത് സുഖം കൊണ്ട് ഉറങ്ങി പോയതാവും. എന്നാലും അങ്ങനെ ഒരു കാടിനുള്ളിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഒരാൾക്ക് ഉറങ്ങാൻ കഴിയുക? എന്തായാലും ഞാൻ സമ്മതിച്ചു കൊടുത്തു. കുറെ യാത്ര ചെയ്താൽ നമ്മളും വേറെ ലെവലാവുമെന്ന് എല്ലാവരും പറയുന്ന വെറുതെ അല്ല. അരുണിമ ഒരു കില്ലാടി തന്നെ. എന്തായാലും അരുണിമയ്ക്ക് മസാജ് നല്ലോണം ബോധിച്ചിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഇത്ര സുഖം അനുഭവിച്ചിട്ടില്ല എന്നാണ് അരുണിമ പറയുന്നത്. പക്ഷേ ഈ മസാജിങ് വീഡിയോ കണ്ട അരുണിമയുടെ യൂട്യൂബ് പ്രേക്ഷകർക്ക് അത്രയും അങ്ങോട്ട് ദഹിച്ചില്ല. പല തരത്തിലുള്ള കമന്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വന്നിട്ട്. ചിലത് ഞാൻ വായിച്ചു തരാം. അപാര ദൈനം തന്നെ സമ്മതിച്ചിരിക്കുന്നു. നീ ഉറങ്ങിപ്പോയപ്പോൾ അവൻ ഉണർന്നു. ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട കഴിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഇതൊന്നും ഒരു പുതുമയല്ല. കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ബലാത്സംഗമായനെ. ചേച്ചിക്ക് ചെറുത് പോരാ, വലുത് വേണം. കുറേ നേരം ഉണ്ടായിരുന്നു പ്രശസ്ത ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡ്. ഫോൺ അവരെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ കിടക്കാനുള്ള ധൈര്യം സമ്മതിക്കണം. ഈ പെണ്ണിന്റെ കാര്യം പൊക്കാട്ടോ. എല്ലാവരും ഒഴിഞ്ഞൊരു പരുവാക്കി. അടുത്ത അബ്യൂസ് വീഡിയോ എപ്പോഴാ? മസാജ് തായ് മസാജ്. എന്തായാലും ആഫ്രിക്കയിൽ പോയി മസാജ് ചെയ്യാനുള്ള ധൈര്യം അപാരം. അവസാനം ഹാപ്പി എൻഡിങ് ഉണ്ടോ? ജോണി അന്നനായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഇപ്പോൾ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് മസാജ് സെന്റർ ഉണ്ട്. എന്നെ പീഡിപ്പിച്ചെന്ന് പറയരുത്. നേന്ത്രപ്പായ മുഖ്യം പിക്കിലെ ഇത് നമ്മുടെ കേരളത്തിലെ സ്പാ എന്ന് പറയും. എന്താ മക്കൾ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആഫ്രിക്കയിൽ വളരെ പ്രൊഫഷണൽ ആയി നടക്കുന്ന മസാജ് പരിപാടിയാണ്. അല്ലാണ്ട് വെറുതെ ഒന്നും അവിടെ നടക്കൂല. വെറുതെ ഓരോന്ന് അടിച്ചിറക്കരുത് കേട്ടോ. അതൊക്കെ മോശമല്ലേ. എന്തായാലും ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വന്നപ്പോൾ അരുണിമയുടെ ഫ്രണ്ട് ആയിട്ടുള്ള
നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ചേച്ചി എന്താക്കി അരുണിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു FB പോസ്റ്റ് ഇട്ടു. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഇവരുടെ മസാജ് വീഡിയോകൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എനിക്ക് ഇവരുടെ കൈകയിൽ നിന്നൊരു മസാജ് കിട്ടിയിരുന്നെങ്കിലെന്ന്. പിന്നെ ഇവരുടെ ബോഡി അത് എന്ത് ഭംഗിയാണ്. ബ്ലാക്ക് ആയിട്ടുള്ള ആണുങ്ങൾ ശരീരം ഭയങ്കര ആകർഷണം തോന്നുന്ന ഒന്നാണ് എന്ന് ഞാൻ പണ്ടും പറഞ്ഞതാണ്. ഇവിടെ മസിലുള്ള ആ കിടിലം കറുത്ത സെക്സി ബോഡി, അവരുടെ ഫിസിക് അവരെ മസാജ് ചെയ്യുന്ന രീതി ആരും കൊതിച്ചു പോകും. അതും വെള്ളിച്ചാട്ടത്തിന്റെ സൈഡിൽ കൊണ്ടുപോയി പ്രകൃതി രമണീയമായ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിദത്ത സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ചു ഒരുമ സമാധാന മൂട് വരുത്തി വലിയ ബട്ടറൊക്കെ ഉപയോഗിച്ച് കിടിലം മസാജ്. അരുണിമ എന്ത് ഭാഗ്യവതിയാണ് എന്ന് ഞാൻ പ്രിയപ്പെട്ട കൂട്ടുകാരി അരുണിമയോട് എനിക്ക് ഈ കാര്യത്തിൽ അസൂയുണ്ട്. എനിക്ക് നേരെ സൈബർ അതിക്രമണം ഉണ്ടായപ്പോൾ എന്നെ ഏതോ രാജ്യത്തു നിന്നും വിളിച്ച് സപ്പോർട്ട് ചെയ്തതും അരുണിമയാണ്. പിന്നെ തലയിൽ ലിംഗവും ചുമന്ന് നടക്കുന്ന കൈതകൾക്ക് ഒരു മസാജ് കാണുമ്പോൾ അവരുടെ തലച്ചോറിൽ ചുമന്ന് നടക്കുന്ന ഉപയോഗമില്ലാത്ത സാധനത്തിന്റെ സാധ്യതകൾ മാത്രമേ മനസ്സിൽ തെളിഞ്ഞു വരൂ. അത് സ്വാഭാവികം. യു ഗോ ഗേൾ. സ്ത്രീകൾ പലതരത്തിലുള്ള സുഖങ്ങൾ ആസ്വദിക്കട്ടെ. അയ്യോ എപ്പോഴാണെന്ന് സെറ്റായി. ശ്രീലക്ഷ്മി ചേച്ചിയും അരുണിമ ചേച്ചിയും എന്താ ഒരു കോമ്പിനേഷൻ അല്ലേ, പൊളിക്കും. എന്നാലും എന്റെ അരുണിമ ആ ശ്രീലക്ഷ്മി ആഫ്രിക്കൻ മസാജിന് വേണ്ടി മുട്ടി നിൽക്കാണ്. ഒന്ന് കൊണ്ടുപോയി സെറ്റാക്കി കൊടുത്തുകൂടാ എനിക്ക്? ഒന്നില്ലെങ്കിൽ അതിന്റെ ചങ്കല്ലേ. നിങ്ങൾ രണ്ടാളും കൂടി അവിടെ ഒരുമിച്ചിരുന്ന് മസാജ് ചെയ്താലുണ്ടല്ലോ കത്തും, കേരളം നിന്ന് കത്തും, യൂട്യൂബ് ഒക്കെ അടിച്ചു പോകും. അമ്മാതിരി റീച്ച് ആയിരിക്കും. ആ ആഫ്രിക്കക്കാരന്റെ കറുത്ത സെക്സി ബോഡി കണ്ടിട്ട് ശ്രീലക്ഷ്മി ചേച്ചിക്ക് ഇറുക്കപ്പുറത്ത് കിട്ടുന്നില്ല പോലും. അതുകൊണ്ടാണ് പുള്ളിക്കാർ ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ ഓരോന്ന് എഴുതി വിടുന്നത്. ഇതൊക്കെയാണ് കയ്യിലിരിപ്പ്. എന്നിട്ടോ അയ്യോ എന്നെ അധിക്ഷേപിച്ച്, അയ്യോ എന്നെ വെടിയെന്നും വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് മുങ്ങും. ഒരു പ്രത്യേക തരം ജന്മഷ്ട. എന്തായാലും ഈ മസാജ് വീഡിയോ ഇത്രയും വിവാദമായതോടെ അരുണിമ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് വായിച്ചു നോക്കാം. എന്റെ യാത്രകൾ എപ്പോഴും ആളുകളുടെ മനസ്സിൽ ചോദ്യം ഉയർത്തും. ചിലർക്ക് പ്രചോദനമാകും, ചിലർക്ക് വിമർശനമാകും. ഞാൻ ഘാനയിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ മസാജ് ചെയ്യാൻ പോയ ആ ഒരു അനുഭവം പങ്കുവെച്ചു. അതൊരു സംസ്കാരത്തെ തൊട്ടറിയാനുള്ള ശ്രമമായിരുന്നു എന്റെ യാത്രയിൽ കൂടുതൽ എനർജറ്റിക് ആക്കാനും. കമന്റുകൾ വരുന്ന പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും എൻ്റെ ലക്ഷ്യത്തെ മാറ്റില്ല. ഞാൻ കാണുന്നതും പഠിക്കുന്നതും അനുഭവിക്കുന്നതും ലോകത്തെ തൊട്ടറിയാനുള്ളതാണ്. യാത്ര എന്നത് ഹോട്ടലുകളിൽ പോയി താമസിക്കുക, അവിടുത്തെ സ്ഥലങ്ങൾ കാണുക എന്നത് മാത്രമല്ല. ഈ ലോകം വിശാലമാണ്. അത് കാണണം, അനുഭവിക്കണം, തൊട്ടറിയണം. എനിക്കിഷ്ടമുള്ള വഴികളിലൂടെ ഞാൻ പോകും. എൻ്റെ ജീവിതം, എൻ്റെ യാത്ര, എൻ്റെ തിരഞ്ഞെടുപ്പ്. വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അതിന് പിറകെ പോയാൽ ഞാൻ എവിടെയും എത്തില്ല. അതുകൊണ്ട് ഞാൻ സഞ്ചാരത്തിൻ്റെ പാതയിലാണ്, ഞാൻ യാത്രയുടെ പാതയിലാണ്. അങ്ങനെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എൻ്റെ മരണം വരെ. ഇനി ഇത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ അത്രമേൽ പ്രണയത്തിലാണ് യാത്രയോട്. അല്ല പിന്നെ ഈ പൊളിക്ക് പെണ്ണെ കാട്ടുതീയായിട്ട് മാറി, കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്ക്. നെഗറ്റീവ് പറയുന്നവർ എങ്ങനെ പലതും പറയും. അവർക്കൊക്കെ വെറും അസൂയാണ്. ഇതൊന്നും അനുഭവിക്കാൻ പറ്റാത്തതിന്റെ അസൂയ. അതുകൊണ്ട് ഈ തളരരുത്. ഇനിയും ഒരുപാട് യാത്ര ചെയ്യണം. എന്നെ കയറി പിടിച്ചേ എന്നും പറഞ്ഞ് വീഡിയോ ഇടണം. എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേ എന്നും പറഞ്ഞ് വീഡിയോകൾ ചെയ്യണം. എനിക്ക് കഞ്ചാവ് തന്ന് പീഡിപ്പിക്കാൻ നോക്കി എന്നും പറഞ്ഞ് വീഡിയോ ചെയ്യണം. അതുപോലെ ഇനിയും ഇതുപോലുള്ള മസാജ് വീഡിയോകളുമായി ഇതുവഴി തന്നെ വരണം. ഞങ്ങൾ കാത്തിരിക്കും. നീ ഒരു യാത്രാ സിംഗമാണ്. നിന്നെപ്പോലൊരു യാത്രക്കാരി നീ മാത്രമേ ഉണ്ടാവൂ. എന്തായാലും കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.